നമ്മുടെ നാട്ടിൽ പച്ചക്കറി വില കുതിച്ചുയരുകയാണ്. പാലക്കാട് വേലംതാവളം മാർക്കറ്റിൽ 1 കിലോ പയറിന്റെ ഇന്നത്തെ വില 60 രൂപയാണ്. മഴ കനിഞ്ഞില്ല എങ്കിൽ ഈ വില ഇനിയും ഉയരും. മഴ കുറഞ്ഞതോടെ പച്ചക്കറി വില വലിയ രീതിയിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വേലന്താവളം മാർക്കറ്റിലാണ്. ഇവിടുത്തെ 1 കിലോ പയറിന് ഇവിടുത്തെ വില ഇന്നത്തെ വില 60 രൂപയാണ്. ഇന്ന് അല്പം കുറവാണ്. സാധാരണ 90 വരെ പോകാറുണ്ട്. വെണ്ട 35, പച്ചമുളക് 100 രൂപ. അപ്പോൾ ഈ രീതിയിലാണ് പച്ചക്കറിയുടെ വില ഉയരുന്നത്. കുറച്ച് വ്യാപാരികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ചേട്ടാ ഇപ്പോൾ വിലയുടെ കാര്യങ്ങൾ? വില ഇപ്പോൾ സാധാരണ 100% വന്നത് ഇപ്പോൾ വേലന്തളത്ത് വരുന്ന ചന്തയിൽ 60%, 65% സാധനം വരുന്നുള്ളൂ. മഴയില്ലാത്തത് കൊണ്ടാണ് ഇത്രയും വില കയറാൻ കാരണം. റേറ്റ് ഒക്കെ എങ്ങനെയാ കാര്യങ്ങൾ? പയര് 60 വരെ പോകുന്നുണ്ട്, 60-70 വരെ പയര് പോകുന്നുണ്ട്. വെണ്ടിക്ക് 35 to 40 വരെ, പച്ചമുളക് 100 to 110 വരെ പോകുന്നുണ്ട്. പടുവഴങ്ങ 20, കപ്പയ്ക്ക് 60 രൂപ, തക്കാളി 1400 രൂപ 28 കിലോ ബോക്സ്. കാരണം എന്തായിരിക്കും? കാരണം മഴയില്ല, മഴ കുറവ് കാരണമാണ് കൂടാൻ കാരണം. ആളുകൾ വാങ്ങുന്നുണ്ടോ? മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അതിലിപ്പോ പച്ചക്കറി ആയതുകൊണ്ട് എന്തായാലും മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റില്ല. ഇതിനൊക്കെ വില എത്രയാ? ഇത് കടച്ചൊക്കെ ഇവിടെ 45 രൂപ വിലയാണ്. ഇത് അവിടെ വരുമ്പോൾ 60 രൂപ ആവും. സാധാരണ എത്ര രൂപയ്ക്ക് ഇത് കിട്ടാറ്? സാധാരണ 35 രൂപ കിട്ടും. വില വലിയ കൂടുതലാണ്. തക്കാളിയൊക്കെ 28 ബോക്സ് 1000 രൂപയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അത്രയധികം വില ഈ ഒരു സ്ഥലത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളം മുഴുവൻ ഇത് ബാധിക്കും. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. മൽഗോഷി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഈ വിഷയമാണ് അടുത്ത അരമണിക്കൂറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്കിപ്പം N അരുണുണ്ട്, CPI നേതാവാണ്. വസന്ത് സുര്യക്ക, കോൺഗ്രസ് നേതാവും. നമുക്ക് ആദ്യം വസന്തിലേക്ക് പോകാം. വസന്ത, ഇപ്പം ഈ പറഞ്ഞ പാലക്കാട് മാർക്കറ്റിൽ ഇന്ന് പോയി നോക്കിയാൽ 60% കുറവാണ്. സാധാരണ ഒരു മാസം മുൻപ് വരുന്ന പച്ചക്കറികളെ അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് 60% ഇടിവുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും മഴയില്ല എങ്കിൽ. ഈ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരെ ബാധിക്കുന്നു. നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ പച്ചക്കറി വാങ്ങാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും ഇതിന്റെ ഒരു അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ വിലയും കൂടും. വസന്തിന്റെ മൈക്ക് മ്യൂട്ടാണ്, അതൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കോ? ആര്യ, വളരെ കൃത്യമാണല്ലോ. നമുക്കറിയാം, പച്ചക്കറിക്ക് മാത്രമല്ല, മനുഷ്യന് അടുക്കളപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ കൈ പൊള്ളാതെ തിരിച്ചു കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇറച്ചി വർഗ്ഗങ്ങളുടെ വില എത്രയാണ്? പോത്തിനും പന്നിക്കും കോഴിക്കും ഒക്കെ വില എവിടം വരെ എത്തിയെന്ന് നമുക്കറിയാലോ. കഴിഞ്ഞ ദിവസം വലിയ പ്രതിരോധമുണ്ടാക്കിയ ഐസക് 87 കോടി രൂപയ്ക്ക് കോഴി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ കോഴി എവിടെ എത്തി? അപ്പൊ ചിലപ്പോൾ ആര്യോ അല്ലെങ്കിൽ CPM നേതാക്കളോ പറഞ്ഞേക്കാം, കാലാവസ്ഥയല്ലേ പ്രശ്നം. ആ കാലാവസ്ഥ ഉണ്ടാകുന്നത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ വ്യതിയാനമല്ലല്ലോ. കാലാവസ്ഥാ വ്യതിയാനം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാവുന്നത് വളരെ കൃത്യമായി നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഇന്റർവെൻ ചെയ്യാൻ വേണ്ടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ 2000 കോടി രൂപ കേരള സർക്കാർ മാറ്റിവെക്കുന്നത്. കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രം വില നിയന്ത്രിക്കാൻ വേണ്ടി, വില പിടിച്ചു നിർത്താൻ വേണ്ടി 2000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കരിഞ്ചന്തയുമായി ബന്ധപ്പെട്ട് ആ പൂഴ്ത്തിവെപ്പ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി 200 കോടി രൂപ മുടക്കി ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചിട്ടുണ്ട് കേരള സർക്കാർ കഴിഞ്ഞ വർഷം. ഇതൊന്നും നടപ്പിലാവുന്നില്ല. ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ചില വെള്ളാനകൾ, ചില ഉദ്യോഗസ്ഥർ വിഴുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രശ്നമുണ്ടാവുന്നത്. അവർ കൃത്യമായി മാർക്കറ്റിൽ ഇന്റർവെൻ ചെയ്താൽ, സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി വിപണിയിൽ ഇടപെട്ടാൽ പിടിച്ചു നിർത്താൻ കഴിയാവുന്നതിന് മുകളിലേക്കൊന്നും വില പോയിട്ടില്ല. അതിന് മുകളിലേക്കുള്ള കാലാവസ്ഥാ വ്യതിയാനമോ കണ്ടിന്യൂസ് ആയി 1-2 മാസം നിലനിൽക്കുന്ന കാലാവസ്ഥാ വ്യതിയാനമോ ഒന്നും ഇന്ന് സംസ്ഥാനത്തോ അയൽ സംസ്ഥാനങ്ങളിലോ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. നമ്മൾ പ്രഡിക്റ്റബിൾ ആയ ഒരു കാലാവസ്ഥാ വ്യതിയാനം, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിരിക്കുന്നു. അപ്പോ അതിനനുസരിച്ച്, അത് മുൻകൂട്ടി പ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അതിനനുസരിച്ച് സർക്കാർ ഇടപെടേണ്ടിയിരുന്നു. അങ്ങനെ ഇടപെടാൻ വേണ്ടിയാണ് 2000 കോടി രൂപ എന്റെ ഭാര്യയുടെ ഒക്കെ കയ്യിൽ നിന്ന് 2 രൂപ അധിക സെസ് പിടിച്ചു മേടിച്ചിട്ട് 2000 കോടി രൂപ വില നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് സർക്കാർ മാറ്റിവെക്കുന്നത്. ആ പൈസ എവിടെ പോയി? അതിന് ഉത്തരം പറയണ്ടേ? കഴിഞ്ഞ ദിവസം ഏറ്റവും രസകരമായ ഒരു കാര്യം തിരുവനന്തപുരത്തുണ്ടായത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 200 കോടി രൂപയുണ്ടല്ലോ മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടി, കരിഞ്ചന്ത പിടിച്ചു വെക്കാൻ വേണ്ടി, ആ ടാസ്ക് ഫോഴ്സ് ഈ പണവുമായി ബന്ധപ്പെട്ട് അവർ കരിഞ്ചന്ത നടത്തുന്നവരെ അല്ലെങ്കിൽ പൂഴ്ത്തിവെപ്പ് നടത്തുന്നവരെ പിടിക്കാൻ വേണ്ടി പോലീസ് സംവിധാനം എന്ത് ചെയ്തു? ജീപ്പേ കയറി. ഉടനെ പോലീസ് ജീപ്പ് മുമ്പോട്ടെടുത്ത് ഇന്ന് തന്നെ ഇവരെല്ലാം പിടിച്ചേക്കാം എന്ന് വെച്ച് അവർ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ പോലീസ് ജീപ്പിൽ ഡീസൽ ഇല്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല.
അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് ജീപ്പുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇച്ചിരി പെട്രോൾ അടിച്ചു തരൂ, ഡീസൽ അടിച്ചു തരൂ, ഞങ്ങൾ പോയി കരിഞ്ചന്തക്കാരെ പിടിക്കട്ടെ. ഉടനെ പറഞ്ഞു കഴിഞ്ഞ മാസത്തെ മാത്രം ലക്ഷങ്ങൾ ഇവിടെ കുടിശ്ശികയുണ്ട്, അതുകൊണ്ട് തരാൻ പറ്റില്ല. നോക്കൂ, സർക്കാർ സംവിധാനത്തിന്റെ പരിപൂർണമായ പരാജയം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്കും ആയിരിക്കുമൊക്കെ നമ്മൾ അടങ്ങുന്ന സാധാരണക്കാർക്ക്, വീട്ടമ്മമാർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകേണ്ടി വരുന്നത്. പെട്രോളിയം വില വർധനവ് അയൽ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ടാക്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. 2 രൂപ അധിക സെസ്, അത് സെസ്സിന് മേൽ സെസ്. ഇറച്ചി വിഭവങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം മാതൃഭൂമി തന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടില്ലേ, 400 രൂപയിൽ കൂടുതലാണ് പല സ്ഥലങ്ങളിലും പോത്തിറച്ചിക്കടക്കം വില. മനുഷ്യൻ എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കണമെങ്കിൽ അതിന് പോലും സാധിക്കാത്ത രീതിയിൽ, പാഷാണം മേടിക്കണമെങ്കിൽ പോലും അതിലും സെസ് ഏർപ്പെടുത്തുന്ന ഒരു സർക്കാരാണ് ഈ നാട്ടിലുള്ളത്. ഇനി ഒന്നും കഴിക്കണ്ട, ഈ സർക്കാർ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇടപെടാത്തൊരു സർക്കാർ, എത്ര ജനവിധി കൊണ്ടാലും പഠിക്കാത്തൊരു സർക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കങ്ങ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞേക്കാം എന്നൊക്കെ വെച്ച് പാഷാണം മേടിച്ച് കഴിക്കണ്ടേ? ആ പാഷാണത്തിനും സർക്കാരിന് സെസ് കൊടുക്കണം. ആ അവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. ഇത് സർക്കാരിന്റെ, പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പരിപൂർണ പരാജയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനു മുൻപും ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്തുമൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള വില വർധന കണ്ടിരുന്നു. അപ്പം സർക്കാർ ഇടപെട്ടിരുന്നു വിപണിയിൽ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി നേരിട്ട് വാങ്ങിയ സ്റ്റോളുകളൊക്കെ തുറന്നിരുന്നു. ഹോർട്ടികോർപ്പിന്റെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു, പച്ചക്കറി വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ് പ്രശ്നം. അവിടെ നിന്ന് ഈ പച്ചക്കറികൾ വരുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. അല്ല, അവിടെയാണ് ആര്യ ഞാൻ പറഞ്ഞത്, ഇത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാലാവസ്ഥാ വ്യതിയാനമായിരുന്നു. അപ്പോൾ സർക്കാർ കാലാവസ്ഥാ വ്യതിയാനവും ഉണ്ടായി, അയൽ സംസ്ഥാനത്തു നിന്ന് വേണ്ടപ്പെട്ട പച്ചക്കറി മാത്രമായിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, വേണ്ടപ്പെട്ട കാര്യങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ ശേഖരിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. റേഷൻ കടകളിൽ സാധനമില്ല. സപ്ലൈകോയിൽ പോയാൽ ഇല്ല എന്ന ഒരു ബോർഡ് അല്ലാതെ വേറെ ഒന്നും അവിടെ കിട്ടാനില്ല. ഞാൻ ഇന്ന് രാവിലെ കൂടെ സപ്ലൈകോയിൽ പോയിട്ട് വരുന്ന ഒരാളാണ്. ഞാൻ എന്റെ കുടുംബത്തിലേക്ക് സാധനങ്ങൾ മേടിക്കുന്ന ഒരാളാണ്. സപ്ലൈകോയെ ആശ്രയിക്കുന്ന ഒരാളാണ്. സപ്ലൈകോയിലെ സാധനങ്ങൾ ഇല്ലാതായിട്ട് കാലം എത്രയും? കഴിഞ്ഞ 1 മാസം മുമ്പാണ് സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചത്. അപ്പൊ ജനം ചിന്തിച്ചു, വില എത്ര വേണേലും വർദ്ധിപ്പിച്ചോട്ടെ, മാർക്കറ്റ് വിലയെക്കാളും 1 രൂപയെങ്കിലും കുറഞ്ഞാണേലും സാധനം ഒന്ന് ലഭ്യമാക്കിയാൽ മതി. വില വർദ്ധിപ്പിച്ചു, പട്ടിക പുതുതായിട്ട് അവിടെ വന്നു എന്നല്ലാതെ അവിടെ ഒരു സാധനവും വന്നിട്ടില്ല. സർക്കാർ നടത്തേണ്ട സാധനങ്ങൾ പ്രിക്വയർ ചെയ്യാനും അത് അങ്ങ് പറഞ്ഞതുപോലെ വെയർഹൌസുകളിൽ സൂക്ഷിക്കാനും ആവശ്യ സമയത്ത് അത് ഉപയോഗപ്പെടുത്തുവാനുമുള്ള ഇന്റർവെൻഷൻ, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് സർക്കാർ മുൻകൂട്ടി കണ്ട് നടത്തിയില്ല. ഇപ്പൊ അങ്ങ് പറയുന്നത് ഓണക്കാലത്തെ അവസ്ഥയാണ്. ഓണക്കാലത്ത് മാർക്കറ്റിൽ സർക്കാർ എപ്പോഴാണ് ഇടപെട്ടത്? നമുക്കറിയാമല്ലോ. അത്തം തുടങ്ങി അവസാനം തിരുവോണത്തിന്റെ തലേ ദിവസമാണ് മാർക്കറ്റ് ഇന്റർവെൻഷനുമായി സർക്കാർ ഇറങ്ങുന്നത്. അത് മാതൃഭൂമിയും ഇവിടുത്തെ ബാക്കിയുള്ള മാധ്യമങ്ങളും വാർത്ത പുറത്തുവിട്ട് സർക്കാർ വലിയ പ്രതിരോധത്തിലേക്ക് പോയതിനു ശേഷമാണ് ഒടുക്കം ഒരു രക്ഷയുമില്ലാതെ ഓണച്ചന്ത, അതും കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ, കൃത്യമായി എനിക്കറിയാമല്ലോ, കോർപ്പറേറ്റീവ് ബാങ്കുകളുടെ തലയ്ക്ക് കെട്ടിവെച്ചുകൊണ്ട് ഓണച്ചന്തകൾ നടപ്പിലാക്കി. അതായത് സർക്കാർ ഇതിനു വേണ്ടി പണം മാറ്റി വെക്കുന്നുണ്ടോ? പണം മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തല്ലോ, 2200 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ മാത്രം ഈ വർഷത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഒരു സർക്കാരാണിത്. ആ പണം എവിടെ പോയി? ആ പണം ഏത് വെള്ളാനകളാണ് എടുത്തുകൊണ്ട് പോകുന്നത്? അപ്പൊ കൃത്യമാണ്, കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾക്കുമല്ലാതെ ബാക്കി ഒന്നിനും വില ഇടിഞ്ഞിട്ടില്ല. ബാക്കി എല്ലാത്തിന്റെ വില വർദ്ധിക്കുകയാണ്. പിണറായിക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനും വില ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയും. ഒരു മാർക്കറ്റ് ഇന്റർവെൻഷൻ കാര്യക്ഷമമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം അത് ഇനിയിപ്പം ഇത് ഇന്നത്തെ ഒരു കാര്യമായിരിക്കില്ല വസന്ത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, കാലാവസ്ഥയിലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആ തരത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സൂക്ഷിക്കാമായിരുന്നു എന്ന്. ഇപ്പം ഇത് ഇന്ന് തീരില്ല, ഒരുപക്ഷെ മാസങ്ങൾ നീണ്ടു നിൽക്കും. കാരണം ആ രീതിയിൽ സ്റ്റോക്ക് വരാൻ സാധ്യതയില്ല തമിഴ്നാട്ടിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമാകുന്നില്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. അത് എനിക്കോ ആയിരിക്കോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലെന്നേ. അതിൽ ഇടപെടേണ്ടത് സർക്കാരാണ്. അതിൽ കൃത്യമായി ഇടപെടേണ്ടത്, അതിന് മുന്നൊരുക്കം നടത്തേണ്ടത് സർക്കാരാണ്. ഇപ്പോഴും വൈകിട്ടില്ല. ഇനിയെങ്കിലും സർക്കാർ ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ വെള്ളാനകൾക്ക് തിന്നുകൊഴുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണമെടുത്ത് സർക്കാർ കൃത്യമായി മാർക്കറ്റിൽ ഇടപെടാൻ തയ്യാറായില്ലെങ്കിൽ ഇത് നമ്മളെ നടുവൊടിക്കുന്ന വിലക്കയറ്റത്തിലേക്ക്, ജനത്തിനെ നടുവൊടിക്കുന്ന വിലക്കയറ്റത്തിലേക്ക് പോകും. വിലക്കയറ്റം മാത്രമല്ല, ഒരു ക്ഷാമം നമ്മൾ മുമ്പിൽ കാണേണ്ടതായിട്ടുണ്ട്. ആ ക്ഷാമത്തെ അടക്കം നമ്മൾ മുന്നൊരുക്കങ്ങളോടുകൂടി തയ്യാറായി അതിനെ എതിരിടാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ തയ്യാറായേ മതിയാകൂ. എങ്ങനെ അത് തയ്യാറാവാൻ പറ്റുന്നു? ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് പോലും PRS എന്ന് പറഞ്ഞൊരു സ്ലിപ്പ് കൊടുക്കും. ആ സ്ലിപ്പ് കൊടുത്തിട്ട് അവൻ ബാങ്കുകളുടെ മുമ്പിൽ കയറി ഇറങ്ങേണ്ട ഗതികേടാണ് നമ്മൾ കണ്ടതല്ലേ.
നമ്മൾ കണ്ടതല്ലേ എത്ര പേരാണ് PR സ്ലിപ്പിന്റെ പേരിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 2 ആത്മഹത്യയാണ് ഉണ്ടായത്. ഇവിടുത്തെ കർഷകരെ പോലും പിടിച്ചു നിർത്താൻ സർക്കാരിന് പറ്റുന്നില്ല. ഇവിടെ കൃഷി ചെയ്യുന്നവന്റെ സാധനം പോലും പ്രൊക്യൂർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്തതിന് ശേഷം സമയാസമയം കൃത്യമായി പണം കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു, PR സ്പാഡി റെസിപ്റ്റ് സ്ലിപ്പ്. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് എല്ലാ വർഷവും നിങ്ങൾ എല്ലാ തവണയും അരി പ്രൊക്യൂർ ചെയ്യുന്നു, എന്നിട്ട് പറയുന്നു PRS കൊടുക്കുന്നു, നിങ്ങൾ ബാങ്കിൽ പോയി പണം മേടിച്ചോളൂ. ഒന്നാമത്തെ തവണ എന്നപ്പോ കിട്ടി. രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ ബാങ്കുകാർ പറയുന്നു, നോക്കൂ നിങ്ങൾ കഴിഞ്ഞ തവണ മേടിച്ച പണം ഉണ്ടല്ലോ അതുകൂടി ഇവിടെ അടച്ചില്ലെങ്കിൽ എന്തുണ്ടാവും, ഞങ്ങൾക്ക് നിങ്ങളുടെ പാഡി ജപ്തി ചെയ്യേണ്ടതായി വരും. കാര്യം ഈ PRS പ്രകാരം സർക്കാർ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ പണം തരുന്നില്ല. PRS ഇപ്പോഴും ആ സംവിധാനം തകർന്നിരിക്കുകയാണ്. നോക്കൂ, കേരളത്തിനുള്ളിലുള്ള കർഷകരെ പോലും ചേർത്ത് പിടിക്കാൻ, അവർക്ക് പോലും വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. വിലക്കയറ്റം മുമ്പോട്ട് പൊക്കോട്ടെ എന്ന് സർക്കാർ വിചാരിച്ച നാളെ 150 രൂപയായി പയറിന് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാൻ പറ്റുമോ സാധാരണക്കാർക്ക്? അവർക്ക് സപ്ലൈകോയിലേക്ക് കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നത്. അന്ന് വിപണി ഇടപെടൽ ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ഈ രീതിയിലുള്ള ഒരു പ്രശ്നം ഇത്രയും രൂക്ഷം ആയിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ പച്ചക്കറി ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വരവും ഉണ്ടായിരുന്നു. അന്ന് മഴ വരാത്തതിനൊരു പ്രശ്നം. പക്ഷെ ഇതിപ്പം എല്ലാ വർഷവും ഒരുപക്ഷെ ഈ സമയത്ത് ഈ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുമെന്ന് നമുക്ക് അനുമാനിക്കാം വേണമെങ്കിൽ. കാലവർഷം വൈകുന്നു, ആ പ്രശ്നങ്ങളുണ്ട് ഒരു ഭാഗത്ത്, കാലാവസ്ഥാ വ്യതിയാനം ഒരു ഭാഗത്തുണ്ട്, ചൂട് കൂടുന്നു, അങ്ങനെ ഉൽപാദനം കുറയുന്നു. അതായത് ഡിമാൻഡിനനുസരിച്ചുള്ള സപ്ലൈ ഇല്ല എന്നുള്ളത് ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു ഇടപെടൽ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവാതെ പോകുന്നത്? അല്ല ആര്യ, അതനുസരിച്ചുള്ള പദ്ധതികൾ ഉണ്ടെന്നേ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ മുമ്പോട്ട് വെച്ചൊരു പദ്ധതിയാണ് സ്വയം പര്യാപ്തത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത വരുത്തി വെക്കാൻ വേണ്ടി അടുക്കള തോട്ടങ്ങൾ. എന്നിട്ട് അവർ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ഇത്രമാത്രം വിളവെടുത്തു, ഇത്രമാത്രം ഞങ്ങൾ അതിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു 128 കോടി രൂപയാണ് ഓരോ വർഷവും ആ പ്രതി ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്നത് അടുക്കള തോട്ടങ്ങൾ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകളുടെ പിറകിൽ അടുക്കള തോട്ടങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ആയിട്ട്. അതായത് പച്ചക്കറിയുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ആത്യന്തികമായ ലക്ഷ്യം. 128 കോടി രൂപ മാറ്റിവെച്ചു. അത് വിജയത്തിലെത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരു ദിവസം മഴ പെയ്യാതായപ്പോ കേരളത്തിൽ ഇത്രമാത്രം വിലക്കയറ്റത്തിലേക്ക് പോകുമോ? ആ പദ്ധതി കൃത്യമായി നടപ്പിലാക്കപ്പെട്ടിരുന്നെങ്കിൽ, അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടാമത്തെ ദിവസം മഴയില്ല എന്ന് കാണുമ്പോൾ, തമിഴ്നാട്ടിൽ മഴയില്ല എന്ന് കാണുമ്പോൾ കേരളത്തിലെ അന്നം മുടങ്ങുമോ? കേരളത്തിലെ അടുക്കളയ്ക്കുള്ളിൽ പുകയെറിയാത്ത അവസ്ഥ ഉണ്ടാകുമോ? വിലക്കയറ്റം ഉണ്ടാകുമോ? അതായത് ഞാൻ വളരെ കൃത്യമാണ്, ഞാൻ തുടക്കം തൊട്ട് അതിൽ തന്നെ സ്ട്രെസ് ചെയ്യുന്നതിന്റെ കാര്യം, സർക്കാർ കോടികൾ മാറ്റിവെക്കുന്നു വിവിധ പദ്ധതികൾ പറഞ്ഞുകൊണ്ട് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. ബഡ്ജറ്റുകളിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ, ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കി 500 കോടി എടുത്തായി, 500 കോടിയോളം രൂപ പ്രതിവർഷം മാറ്റിവെക്കുകയാണ്. എന്തിന്? വിലക്കയറ്റം പിടിച്ചു നിർത്തണം, പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാവണം, കർഷകനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2000-3000 കോടി രൂപ വെള്ളാനകൾക്ക് തിന്നാനിട്ട് കൊടുക്കുകയാണ്. അത് ഓഫീസർമാർ, അത് നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥർ അവരത് കൃത്യമായി ചെയ്യുന്നില്ല. അത് കൃത്യമായി ചെയ്യുന്നില്ലാത്ത എന്തുകൊണ്ടാണ്? സർക്കാരിന് അത് നിയന്ത്രിക്കാനോ അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താനോ മാർക്കറ്റിൽ ഇടപെടേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനോ സാധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സർക്കാർ സമ്പൂർണ്ണ പരാജയമാണ്. എന്തിനാണ് വില? ഇപ്പൊ പച്ചക്കറി മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറി മാത്രമല്ല, ഞാൻ മറ്റേ ഇപ്പൊ മീറ്റിലേക്ക് വന്ന ചിക്കന്റെ വിലയും ഇങ്ങനെ ഈ രീതിയിൽ കുതിക്കുകയാണ്. അപ്പൊ സാധാരണ നമ്മൾ പറയാറുണ്ട് ഇടനിലക്കാരുണ്ട് അതുകൊണ്ടാണ്, പക്ഷെ അങ്ങനെയല്ല. കാരണം ഫാമുകളിലൊക്കെ ക്ഷാമം രൂക്ഷമാണ്. തമിഴ്നാട്ടിലും സമാനമായ പ്രതിസന്ധിയാണ്. നാമക്കലാണ് കൃഷിയുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇറക്കുമതിയില്ല. അപ്പം പല ഹോട്ടൽ ഉടമകളും ഇപ്പം വില വർദ്ധിപ്പിക്കും. ഈ ഒരു 1-2 ആഴ്ച അതിനുള്ളിൽ വില കൂടും. അതാണ് സ്ഥിതി. മാത്രമല്ല, ഈ മീറ്റിന്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യാപാരിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ള ഈ പോർക്കടക്കമുള്ള കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും നല്ല മീറ്റ് പോർക്കിന്റെ കാര്യത്തിൽ കിട്ടുന്നത് കേരളത്തിലാണ്. അത് കിട്ടുന്നത് ഏറ്റവും നല്ല സാധനം എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമ്മളിവിടേക്ക് കൊള്ളത്തില്ലാത്ത, താരതമ്യേന ക്വാളിറ്റി ഇല്ലാത്ത സാധനം അതിനേക്കാൾ വില കൊടുത്ത്, എക്സ്പോർട്ടിംഗ് പ്രൈസിനേക്കാൾ വിലയാണ് നമ്മൾ ഇവിടെ കൊടുത്ത് മേടിക്കുന്നത്. നോക്കൂ, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് സാധനം വരുത്തിയാൽ പോലും, ഫ്രഷ് മീറ്റ് വരുത്തിയാൽ പോലും ആവുന്ന വിലയോട് ഒപ്പം തന്നെ ഇവിടുത്തെ എന്താണ് പറയുന്നത്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീറ്റിന് കൊടുക്കേണ്ടി വരുന്നു. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണ്? ഇതിനൊക്കെ കൃത്യമായി മാർക്കറ്റിൽ ഇടപെടാൻ GST വകുപ്പ് അടക്കമുള്ളവർ ഇടപെടേണ്ടതുണ്ട്. ക്വാളിറ്റി ചെക്കിംഗ് സംവിധാനങ്ങൾ
പറയുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കേരളത്തിൽ കനത്ത ചൂടായിരുന്നു. ആ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നുണ്ടായിരുന്നു. അത് കർഷകർ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ അതും നേരത്തെ നമ്മൾ ഈ പച്ചക്കറിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് വരും, ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകും, ഈ ഒരു ക്ഷാമം ഉണ്ടാകുമെന്ന് അറിയാവുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ അഡ്രസ് ചെയ്യാതെ പോയി. പക്ഷേ അതെ, തീർച്ചയായും ആര്യ അങ്ങ് പറഞ്ഞ വളരെ കൃത്യമാണ്. ഞാനും അത് തന്നെയാണ് തുടക്കം തൊട്ട് പറയുന്നത്. അതായത് സർക്കാരിന് ഇത് ആദ്യത്തെ ഒരു പെട്ടെന്നുള്ള ഒരു പ്രതിഭാസമാണ്. ഈ നോക്കൂ, 2018 പ്രളയം, അല്ലെങ്കിൽ അങ്ങനെ കോവിഡ് അടക്കമുള്ള പ്രളയങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ പേമാരികളോ ഒക്കെ ആണെങ്കിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ഇവന്റ് ഉണ്ടാകുമ്പോൾ സർക്കാരിന് കൈ കഴുകാം. ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്കിത് മുന്നൊരുക്കങ്ങൾ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അല്ലല്ലോ വിലക്കയറ്റം, അങ്ങനെ അല്ലല്ലോ കാലാവസ്ഥാ വ്യതിയാനം. പ്രത്യേകിച്ച് നമ്മൾ പൂർണ്ണമായും പച്ചക്കറിയുടെ കാര്യത്തിൽ തമിഴ്നാടിലേക്ക് ആശ്രയിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് LDF കാലത്ത് മാത്രമല്ലെന്നേ, UDF കാലത്തും അങ്ങനെയാണ്. അപ്പോ അത് മുൻകൂട്ടി പ്രഡിക്റ്റബിൾ ആണ്. സർക്കാർ അത് അറിയുന്നുണ്ട്. സർക്കാർ അതുമായി ബന്ധപ്പെട്ട് അത് അറിയുന്നതുകൊണ്ടായിരിക്കുമല്ലോ ബഡ്ജറ്റിൽ 2000 കോടി രൂപ വില നിയന്ത്രണത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് മനസ്സിലാക്കുന്നു. ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ കോഴി കർഷകരടക്കം, അവർക്കൊരു ഫെഡറേഷൻ ഉണ്ട്, അവരടക്കമുള്ളവർ കൃത്യമായി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാരിന്റെ മാധ്യമങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓരോ ജില്ലയിലും ക്വാളിറ്റി ചെക്ക്, അതായത് ഈ പറയുന്ന മീറ്റും പച്ചക്കറിയും അടക്കമുള്ള ക്വാളിറ്റി ചെക്കിന് വേണ്ടി 12 അംഗങ്ങൾ അടക്കുന്ന ഒരു ടീമാണ് ജില്ലാ അടിസ്ഥാനത്തിലുള്ളത്. ലക്ഷങ്ങളാണ് ആര്യ ഒരു മാസം ഈ 12 അംഗ ടീമിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്ര ലക്ഷങ്ങളും കോടികളും മാറ്റി വെച്ചിട്ടും അത് ഉദ്യോഗസ്ഥ വൃന്ദം മുഴുവൻ അപ്പാടെ എടുത്ത് വിഴുങ്ങിയിട്ടും സാധാരണക്കാരന് കഴിക്കാൻ, സാധാരണക്കാരന് എന്താണ് പറയുന്നത്, ഉപ്പല്ലാതെ ചോറിന്റെ കൂടെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് സർക്കാർ പരാജയമായിട്ടാണ്. സർക്കാർ ഇടപെടാനിട്ടാണ്. സർക്കാർ വിപണിയിൽ ഇടപെടാൻ അറിയത്തില്ലാതെ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. ഒന്നെങ്കിൽ അവർ പരാജയം സമ്മതിക്കണം. എന്തായാലും ഇപ്പം പച്ചക്കറിയുടെ വില ഇങ്ങനെ കുതിച്ചുയരുകയാണ്. ഇന്നത്തെ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ മാത്രം ഒരു പ്രതിഭാസമായിരിക്കില്ല. അടുത്ത മാസം വരെ ഒരുപക്ഷെ ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ. അങ്ങനെയാണ് പാലക്കാട് നിന്നുള്ള ചന്തയിലെ കാഴ്ചകളും അവിടെ നിന്നുള്ള വ്യാപാരികളൊക്കെ പറയുന്നത്. കാരണം ആ രീതിയിൽ അത്രയും ഇടിവ് പച്ചക്കറി വരുന്നതിൽ, അതിർത്തി കടന്ന് വരുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിലും ക്ഷാമമാണ്. ബീൻസിന്, തക്കാളിക്കൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൂടി എന്തായാലും ഈ രീതിയിൽ തന്നെ വില വർധന ഉണ്ടാകും. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ട് വേണ്ട ഒരു ഇടപെടൽ വിപണിയിൽ നടത്താൻ എന്തുകൊണ്ട് സർക്കാർ മടിക്കുന്നു? അല്ലെങ്കിൽ ഇപ്പോഴും വൈകിയിട്ടില്ല. വേണമെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ്, ഹോർട്ടികോർപ്പ് വീടുകളിലേക്ക് പച്ചക്കറി വണ്ടികൾ വന്നിരുന്നു. വീടുകളിൽ നിന്ന്, അതായത് വീടുകളിൽ കൃഷി നടത്തുന്നവരിൽ നിന്ന് പച്ചക്കറി ശേഖരിച്ചിരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ, സ്റ്റോളുകളൊക്കെ തുറന്നിരുന്നു. ആ നടപടികളൊക്കെ തുടങ്ങാൻ എന്താണ് ഇനിയും വൈകുന്നത്, എന്തിനാണ് മടിക്കുന്നത് എന്നാണ് അറിയേണ്ടത്.